കൊടും ചൂടിൽ നിന്ന് ഒന്ന് രക്ഷ നേടണം. ഈ യാത്രയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും വേണം. മൂന്നാറും ഊട്ടിയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കാണ്, റീൽസിലൊക്കെ കാണുന്നുണ്ടല്ലോ. സ്ഥലം ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. ഏർക്കാടാണ് ഞങ്ങളുടെ ലക്ഷ്യം. സേലത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് 1.5 മണിക്കൂർ യാത്രയുണ്ട്. സേലത്ത് ഇറങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു. ദൈവമേ, തണുപ്പ് അന്വേഷിച്ച് വന്നിട്ട് ചൂട്ടത്താണോ വന്ന് പെട്ടേന്ന് വരെ തോന്നിപ്പോയി. ഇന്നലെ വന്നതിന്റെ ക്ഷീണത്തിൽ വേഗം കിടന്നുറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് അപ്പനും മോനും കൂടെ റിസോർട്ട് മുഴുവൻ കാണാൻ നടക്കുകയാണ്. നേരത്തെ കിടന്നുറങ്ങി രാവിലെ നിൽക്കുന്ന ആളാണ് ഉണ്ണിക്കുട്ടൻ. മെറിലാണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റും. കറക്കൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ ചേച്ചിനെ വിളിക്കാൻ വരികയാണ് കേട്ടോ ഉണ്ണിക്കുട്ടൻ. മലയുടെ ഒരു പോർഷനിലാണ് ഈ റിസോർട്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആയിട്ടാണ് റൂംസ് തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. യാത്ര പോകുമ്പോൾ ഏട്ടൻ എപ്പോഴും പറയുന്ന ഡയലോഗാണ്, ബ്രേക്ക്ഫാസ്റ്റ് വയർ നിറയെ കഴിച്ചോ, ലഞ്ച് എപ്പോഴാണ് കഴിക്കാൻ പറ്റാന്ന് പറയാൻ പറ്റില്ല എന്ന്. അങ്ങനെ അങ്ങോട്ട് പറയുമ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റണ്ടേ. രാവിലെ എന്തോരം ഫുഡ് ഇപ്പോൾ ഒരാൾക്ക് കഴിക്കാൻ പറ്റും. ട്രെയിനിൽ വന്നുകൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ എല്ലാ സ്ഥലത്തേക്കുള്ള യാത്ര ഓട്ടോയിലാണ്. ആദ്യമേ തന്നെ ഞങ്ങൾ പോയത് ഏർക്കാട് ലേക്കിലേക്കാണ്. നല്ല തിരക്കുണ്ട്. ഏകദേശം 2 hours വെയിറ്റ് ചെയ്തിട്ടാണ് ബോട്ട് കിട്ടിയത്. 700 രൂപയാണ് ചാർജ്. അപ്പോൾ ഞങ്ങൾ 7 പേരുണ്ടായിരുന്ന കാരണം ഒരാൾക്ക് 100 രൂപ ഇനിയേ വരുന്നുള്ളൂ. സ്പീഡ് ബോട്ടായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തത്. കുറച്ച് ദൂരം കഴിയുമ്പോഴേക്കും പേടിച്ചിട്ട് ബിൻസി ഓളിയിടാൻ തുടങ്ങി. പണ്ട് ഉണ്ണിക്കുട്ടന് ഓളിയിടാറുണ്ട്. ഇപ്പൊ എന്താവുന്നു, വെള്ളത്തിനോടുള്ള പേടിയൊക്കെ കുറഞ്ഞു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സ്കൈ പാർക്കാണ്. ഒരാൾക്ക് എൻട്രി ഫീസ് 1000 രൂപയെന്ന് കേട്ടപ്പോൾ ഏട്ടനൊന്ന് ഞെട്ടി. എൻട്രി ഫീസ് കൂടുതലാണെന്നും പറഞ്ഞിട്ട് ഇതിലൊന്നും കയറ്റാണ്ട് പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ ടൂർ വന്നതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഏട്ടൻ സമ്മതിച്ചു. ഇതൊരു അഡ്വഞ്ചർ പാർക്കാണ്. ഉണ്ണിക്കുട്ടൻ എല്ലാത്തിലും കയറാൻ പേടിയാണെങ്കിലും ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ല, ആ തൂക്കുപാലത്തുമ്പോൾ നിന്നിരുന്ന എല്ലാവരെയും അവൻ കുലുക്കി പേടിപ്പിക്കുക. വേറെ പെറ്റ്സിനെയൊന്നും അവന് വലിയ ഇഷ്ടമില്ലെങ്കിലും ബേർഡ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിക്കുട്ടൻ്റെ തലയിൽ വെച്ച ക്യാപ്പുമ്പത്തെ ബട്ടനാണ് പാരറ്റിന് ഇഷ്ടമായത്. അപ്പൊ ആ ക്യാപ്പ് എടുത്തുകൊണ്ടായപ്പോ പാരറ്റ് ചീത്ത പറയണമുണ്ട്. ആ ദേഷ്യത്തിന് ഉണ്ണിക്കുട്ടനെ കൊത്തി പറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വേഗം തന്നെ ക്യാപ്പ് തിരിച്ചു വെച്ചു കൊടുത്തു. ഇതിനിടയിൽ ഫുഡ് അടി നടക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ റീ എൻട്രി അവർ സമ്മതിക്കില്ല. അത് കാരണം അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നൂഡിൽസും ബ്രെഡ് ഓംലേറ്റ് ഒക്കെ വാങ്ങി കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിക്കുട്ടിന് ക്ഷീണായി. അവൻ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞു തുടങ്ങിയെങ്കിലും ചേച്ചിമാരെ കണ്ടു കിട്ടണ്ടേ. മെറിലിന് പണ്ട് മുതലേ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടമാണ്. മെറിൽ കൂടിയുണ്ടെങ്കിൽ അന്നുവിനും ധൈര്യമാവും. രാവിലെ ഇറങ്ങിയതാണ്. ഏകദേശം 5 മണിയപ്പോൾ ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി. ഇവിടെ ഉണ്ട് ഇൻഡോർ ഗെയിംസും കുട്ടികൾക്കായിട്ടുള്ള പാർക്കൊക്കെ. ഒരു 7:30 ഒക്കെ ആയപ്പോൾ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തു. ഈ തണുപ്പത്ത് സ്വെറ്റർ ഇട്ട് തീൻ്റെ അടുത്തിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. നമ്മുടെ നാട്ടിൽ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമിൽ നിന്നുള്ള നൈറ്റ് വ്യൂ ആണ്. സൂപ്പർ. ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.